എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 31-ാമത്തെ സർഗത്തിൽ 9 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ശ്ലോകത്തിലൊക്കെ അനുഷ്ഠുപൂർത്തം തന്നെയാണുള്ളത്. ബാലകന്മാർ വന്നിട്ട് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന്. അത് കേട്ടപ്പോൾ വിശ്വാമിത്രനും ഋഷീശ്വരന്മാരും ഒക്കെ കൂടിയിട്ട് പറയുകയാണ്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് മിഥില രാജ്യത്തിലേക്ക് പോവാം. അവിടെ ഒരു യാഗം നടക്കുന്നുണ്ട്, അവിടെ സുന്ദരമായിട്ടുള്ളൊരു വില്ലുമുണ്ട്. അതൊക്കെ കണ്ടിട്ട് ആ യാഗമൊക്കെ സംബന്ധിച്ചിട്ട് പോരാം എന്നാണ് വിശ്വാമിത്രൻ പറയണത്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. നമുക്ക് 9-ാമത്തെ ശ്ലോകം നോക്കാം. ആ വില്ലിനെ പറ്റിയിട്ടുള്ള വർണ്ണനയാണ് വരണത്. നാസ്യ ദേവാ ന ഗന്ധർവാ നാസുരാ ന ചരാക്ഷസാഃ കർത്തുമാരോപണം ശക്ത ന കഥഞ്ചന മാനുഷാഃ. ആ വില്ലിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞുല്ലോ. അത് ദേവന്മാരെ ജനകന് സദസ്സിൽ വെച്ചിട്ട് സമ്മാനമായിട്ട് കൊടുത്തതാണ്. യാഗസ്ഥലത്ത് വളരെ തേജസ്സോടു കൂടിയിരിക്കുന്ന വില്ലാണത്. അത് ആർക്കും ഇതുവരെ സ്പർശിക്കാൻ തന്നെ പറ്റിയിട്ടില്ല, അതിൻ്റെ ബലം അളന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ന അസ്യ ദേവാ ന ഗന്ധർവ ന അസുര ന ജനാക്ഷസാ കർത്തും ആരോപണം ശക്ത. അതിനെ ഒന്ന് ആരോപണം ചെയ്യാൻ, അതായത് ആ വില്ലൊന്ന് കുലകയറ്റാൻ, ഞാണ് താഴ്ത്തുനിന്ന് വലിച്ചിട്ട് മുകളിലേക്ക് കെട്ടുക, അതാണ് കുലയേറ്റുക. അസ്ത്രം വിടാൻ തയ്യാറാക്കി വയ്ക്കുക. അതിന് ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അവരെ പറ്റിയിട്ടൊരു പട്ടിക തന്നെ പറയാണ്. അസ്യ ന ദേവാഹ, ദേവന്മാർക്ക് സാധിച്ചിട്ടില്ല. ന ഗന്ധർവാഹ, ഗന്ധർവന്മാർക്കും സാധിച്ചിട്ടില്ല. ന അസുരാഹ, അസുരന്മാർക്ക് സാധിച്ചിട്ടില്ല. ന രാക്ഷസാഹ, രാക്ഷസന്മാർക്കും സാധിച്ചിട്ടില്ല. എന്തിന്? തസ്യ അസ്യ ആരോപണം കർത്തും ന ശക്താഹ, അതൊന്ന് ആരോപണം ചെയ്യാൻ, ഞാണൊന്ന് വലിച്ചു കെട്ടാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. പിന്നെയല്ലേ മനുഷ്യരുടെ കാര്യം. മനുഷ്യരെക്കാൾ എത്രയോ കഴിവുള്ളവരാണ് മുമ്പ് പറഞ്ഞതായിട്ടുള്ള ദേവന്മാരായാലും ഗന്ധർവന്മാരായാലും അസുരന്മാരായാലും രാക്ഷസന്മാരായാലും. അവർക്ക് ആർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ് ആ വില്ലൊന്ന് കുലയേറ്റുക എന്നുള്ളത്. മനുഷ്യന്മാർക്കും അതുകൊണ്ട് ഇതുവരെ മനുഷ്യന്മാർക്ക് അതിനെ നോക്കാൻ തന്നെ പറ്റിയിട്ടില്ല. അതാണ് ന കഥഞ്ചന മാനുഷാഹ, മനുഷ്യന്മാരുടെ കാര്യം പറയും വേണ്ടല്ലോ, അവർക്ക് ഒട്ടുമേ സാധിച്ചിട്ടില്ല. അതാണ് അടുത്ത 10-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്. ധനുഷസ്തസ്യ വീര്യം ഹി ജിജ്ഞാസന്തോ മഹീക്ഷിത നശേ ഗുരാരോപയിതും രാജപുത്ര മഹാബലാഃ. തസ്യ ധനുഷഃ വീര്യം ജിജ്ഞാസന്തഃ. ആ ധനുഷഃ, ധനുഷഃ എന്ന് വെച്ചാൽ ധനുസിൻ്റെ ഷഷ്ഠി ഏകവചനം. ആ വില്ലിൻ്റെ വീര്യം, ശക്തിയെ പറ്റിയിട്ട് അപ്രമേയത്വത്തിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജിജ്ഞാസന്തഃ, ജിജ്ഞാസ വന്നവരായിട്ട് ഇങ്ങനൊരു വില്ലോ, അതിനെന്താ പ്രത്യേകത, ഈ ജനകൻ്റെ കൊട്ടാരത്തിലിരിക്കുന്ന വില്ലിൻ്റെ കേമത്വം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരാറുണ്ട് മഹീക്ഷിത. മഹീക്ഷിത്തുകൾ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ. രാജാക്കന്മാർ പൊതുവേ ഈ ആയുധങ്ങളോടൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരാവും. അവർ ജനകൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന് ഈ വില്ലൊക്കെ കാണാറുണ്ട്. ജിജ്ഞാസയോടുകൂടി വന്നിട്ട് അവർ കാണാറുണ്ട്. പക്ഷേ അതൊന്ന് സ്പർശിച്ചാൽ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുകയും പിന്നെ അത് കൊലയേറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാകുകയും ആണ് പതിവ്. അതാണ് ന ശേഖുരാരോപയിതും രാജപുത്രാഹ മഹാബലാഹ. വളരെ ബലിഷ്ഠന്മാരായിട്ടുള്ള രാജകുമാരന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. വലിയ വലിയ രാജാക്കന്മാർ, രാജകുമാരന്മാർ പല ദിക്കുന്നും പലരും വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഇതൊന്ന് കുലയേറ്റാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ആരോപയിതും ന ശേഖു തസ്യ ധനുഷഃ വീര്യം ജ്ഞാതുമാഗതാഹ. ആ വില്ലിൻ്റെ വീര്യമറിയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാൾക്കും, രാജാക്കന്മാരായിക്കോട്ടെ രാജകുമാരന്മാരായിക്കോട്ടെ, ആർക്കും അത് കുലയേറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 11-ാമത്തെ ശ്ലോകം നോക്കാം. തദ്ധനുർനരശാർദൂല മൈഥിലസ്യ മഹാത്മനഃ തത്ര ദ്രക്ഷ്യസി കാകുത്സ്ഥ യജ്ഞം ച പരമാദ്ഭുതം. അതൊക്കെ തന്നെയാണ് ആ വില്ലിൻ്റെ മാഹാത്മ്യം. ആർക്കും ഇതുവരെ തൊടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തദ്ധനുഹു, ആ ധനുസ്സുണ്ടല്ലോ, അല്ലയോ നരശാർദൂല. നരശാർദൂലൻ എന്ന് വിളിക്കുന്നത് ശാർദൂല പദത്തിന് പുലി, കടുവ എന്നൊക്കെയാണ് അർത്ഥം. ഒരു കടുവയെ പോലെ ആക്രമിക്കാനുള്ള ശക്തിയുള്ളവൻ. കഴിഞ്ഞ ആ യുദ്ധത്തിൽ എല്ലാം മനസ്സിലായി വിശ്വാമിത്രന്. ആക്രമണശീലങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടുകൂടിയായിരിക്കണം നരശാർദൂല എന്ന് എടുത്തെടുത്ത് വിളിക്കുന്നത്.
അങ്ങനെയുള്ള ശ്രീരാമ മഹാത്മനഃ മൈഥിലസ്യ, മഹാത്മാവായിട്ടുള്ള ആ മൈഥിലൻ്റെ, അതായത് ജനക മഹാരാജാവിൻ്റെ യജ്ഞവും അതുപോലെ തന്നെ പരമാത്ഭുതമായിട്ടുള്ള ഈ വില്ലും നമുക്ക് കാണണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് മിഥില രാജ്യത്തിലേക്ക് പോവാം. തത്ര ദ്രക്ഷ്യസി കാകുത്സ്ഥ, അല്ലയോ കാകുത്സ്ഥ, അവിടെ നമുക്കിത് രണ്ടും ഒരുമിച്ച് കാണാം. മഹാത്ഭുതമായിട്ടുള്ള പരമാത്ഭുതമായിട്ടുള്ള ധനുസ്സും അതുപോലെ തന്നെ അതിഗംഭീരമായിട്ട് കൊണ്ടാടുന്നതായിട്ടുള്ള യജ്ഞവും, അത് രണ്ടും അവിടെ പോയിട്ട് കാണാം, ഞങ്ങളുടെ കൂടെ വരൂ എന്നാണ് ശ്രീരാമനോടും ലക്ഷ്മണനോടും വിശ്വാമിത്രൻ ആവശ്യപ്പെടുന്നത്. എന്നിട്ടോ അടുത്ത ശ്ലോകം നോക്കാം. തദ്ധിയജ്ഞഫലം തേന മൈഥിലേനോത്തമം ധനു യാചിതം നരശാർദൂല സുനാഭം സർവദൈവതൈ. കഴിഞ്ഞൊരു ശ്ലോകത്തിൽ ഈ വില്ല് ദേവന്മാർ കൊടുത്തതാണെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഒന്നും കൂടി എടുത്തു പറയാണ്. തദ്ധി യജ്ഞഫലം തേന മൈഥിലേന ഉത്തമം ധനു. ആ അതിഗംഭീരമായിട്ടുള്ള ഒരു വില്ലുണ്ടല്ലോ, അത് ഈ മൈഥിലനായിട്ടുള്ള ജനകന് യജ്ഞഫലമായിട്ട് കിട്ടിയതാണ്. ഏതോ ഒരു കാലത്ത് വളരെ പണ്ട് ജനകൻ ചെയ്തതായിട്ടുള്ളൊരു യാഗത്തിൻ്റെ ശ്രേഷ്ഠത കാരണം ദേവന്മാർ കൊടുത്തതാണ്. അതാണിവിടെ പറയണത്. തദ്ധി, അതാകട്ടെ, ആ വില്ലാകട്ടെ യജ്ഞഫലമായിട്ട് കിട്ടിയതാണ്. തേന മൈഥിലേന, ആ മൈഥിലനായിട്ടുള്ള ജനകനാൽ ലഭിക്കപ്പെട്ടതാണ്, ജനകന് ലഭിച്ചതാണ് ഉത്തമമായിട്ടുള്ള ഈ ധനുസ്. യാചിതം നരശാർദൂല സുനാഭം സർവദൈവതൈ. അത് ജനകനാണ് ലഭിച്ചത് എന്നുള്ളതൊന്നും എടുത്തു പറയണില്ല. അപ്പോൾ പൂർവികനായിട്ടുള്ള ഏതെങ്കിലും മിഥിലാധിപതി ആയിരിക്കാം, അവർക്ക് ആർക്കോ ലഭിച്ചതാണ്. അതാണ് ഇവിടെ പറയണത്. യാചിതം നരശാർദൂല സുനാഭം സർവദൈവതൈഹി യാചിതം. അതിൻ്റെ മഹത്വം കണ്ട് മറ്റ് പല ദേവന്മാർക്കും ആ ഒരു വില്ലിനോട് മോഹം തോന്നുകയും അതോടൊപ്പം തന്നെ യാചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് സുന്ദരമാണ് ആ വില്ല്. അതിൻ്റെ ശക്തി മാത്രമൊന്നുമല്ല, അതിൻ്റെ ഭംഗിയെ പറ്റിയിട്ടൊരു വാക്ക് ഇവിടെ എടുത്ത് പറയുകയാണ്, സുനാഭം എന്ന്. സുനാഭി ഉള്ളത്, അതാണ് സുനാഭം. എന്താണ് നാഭി എന്ന് പറഞ്ഞാൽ ആ വില്ലിൻ്റെ മധ്യഭാഗം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണ്. നല്ല വില്ലാളി വീരന്മാർക്ക് ഭംഗിയായിട്ട് പിടിച്ച് പ്രയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നതാണ് ആ വില്ല്. അതുകൊണ്ടാണ് അതിനെ സുനാഭം, പിടിക്കുന്ന ആ മധ്യഭാഗം വളരെ വിശേഷപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അതിന് സുനാഭം എന്ന് പറഞ്ഞത്. നാഭി എന്നുള്ളത് മനുഷ്യ ശരീരത്തിലും മധ്യഭാഗത്തുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വില്ലിൻ്റെ മധ്യഭാഗം വളരെ വിശിഷ്ടമായതുകൊണ്ട് അതിനെ സുനാഭം എന്നുകൂടി വിളിക്കുന്നുണ്ട്. നല്ലൊരു പേര്. നമ്മൾ ഈ വില്ലിനെ പറ്റിയിട്ട് ത്രയ്യംബകം, ശിവൻ കൊടുത്തതായിട്ടുള്ള വില്ല് എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇവിടെ എവിടെയും ശിവന്റെ പരാമർശങ്ങളൊന്നും ഈ 31-ാമത്തെ സർഗത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. ദേവന്മാർക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് ദേവന്മാർക്ക് കിട്ടിയത് എന്നുള്ളതൊക്കെ പറയുമ്പോഴായിരിക്കും ശിവനാണ് ഭാർഗവരാമന് കൊടുത്തത് എന്നുള്ള ഭാഗങ്ങളൊക്കെ വരാൻ പോണത്. ആ സുനാഭം ആയിട്ടുള്ള സുന്ദരമായിട്ടുള്ള ആ വില്ല് പല ദേവന്മാരും വന്ന് പിന്നീട് യാചിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് പിന്നെ മിഥിലയിൽ ഇരിക്കുക തന്നെയാണ് ഉണ്ടായത്, യജ്ഞത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. എന്നിട്ട് 13-ാമത്തെ ശ്ലോകം നോക്കാം. ആയാഗഭൂതം നൃപതേസ്തസ്യ വേശ്മനി രാഘവ അർച്ചിതം വിവിധൈർഗന്ധൈഃ ധൂപൈശ്ചാഗുരുഗന്ധിഭിഃ. പിന്നീട് ആ വില്ല് ദേവന്മാർക്ക് കൊടുക്കുകയൊന്നും ഉണ്ടായില്ല. അത് ചിരകാലമായിട്ട് മിഥിലാധിപതിയായിട്ടുള്ള രാജാക്കന്മാരൊക്കെ കൈവശം വെച്ച് പോന്നു. ഇപ്പം ജനകൻ്റെ കയ്യിലാണ് ആ വില്ലുള്ളത്. അത് പരമപൂജ്യമായിട്ടുള്ളൊരു വില്ലാണ്. അതിനെ യാഗസ്ഥലങ്ങളിൽ യാഗം ചെയ്യുമ്പോഴൊക്കെ ആ മിഥില രാജ്യത്ത് രാജാവ് ചെയ്യുന്ന യാഗങ്ങളിലൊക്കെ അതിനെ അവിടെ കൊണ്ട് വയ്ക്കുക പതിവാണ്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വില്ലാണല്ലോ അത്. യാഗം ചെയ്ത് കിട്ടിയത് കൊണ്ട് തന്നെ ആയിരിക്കണം യാഗസ്ഥലത്ത് അതിനെ പ്രദർശിപ്പിക്കാറുണ്ട്. അതിന് വേണ്ടത്ര പൂജകളൊക്കെ ചെയ്യാറുണ്ട്. അതാണ് നൃപതേഹേ തസ്യ വേശ്മനി രാഘവ. ആ യാഗഭൂതം, യാഗസമയത്തൊക്കെ തന്നെ എപ്പോഴെപ്പോഴൊക്കെ യാഗം ചെയ്യുന്നുവോ അപ്പോഴൊക്കെ ഇതിന് വിശിഷ്ടമായിട്ടുള്ള പൂജകളൊക്കെ ചെയ്തുകൊണ്ട് ജനകന്റെ കൊട്ടാരത്തിൽ ഇപ്പോൾ വച്ചിരിക്കുകയാണ്. അതിനെങ്ങനെയൊക്കെയാണ് പൂജകൾ ചെയ്യണത്? അർച്ചിതം വിവിധൈഹി ഗന്ധൈഹി ധൂപൈശ്ച അഗരുഗന്ധിഭി. പലതരത്തിലുള്ള പൂജകൾ, പൂക്കൾ കൊണ്ടുള്ള പൂജകൾ, ദീപം കൊണ്ടുള്ള പൂജകൾ, ഗന്ധം കൊണ്ടുള്ള പൂജകൾ, ഇതൊക്കെ അതിന് ചെയ്യുന്നുണ്ട്.
അതാണ് വിവിധൈഹി ഗന്ധൈഹി, വിവിധങ്ങളായ ഗന്ധങ്ങളെ കൊണ്ടുള്ള അർച്ചനകളൊക്കെ നടത്തുന്നുണ്ട്. അഗരു എന്നുള്ളൊരു പ്രത്യേക സാധനം, അഖില് എന്ന് പറയും, അതൊക്കെ പുകച്ചുകൊണ്ട് പൂക്കളൊക്കെ കൊടുത്തുകൊണ്ട് അതിൻ്റെ ധൂപമൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ബഹുമാനപൂർവമാണ് മിഥിലാധിപതികൾ ഒക്കെ തന്നെ ഈ ഒരു വില്ലിനെ ആദരിക്കുന്നതും കണക്കാക്കുന്നതുമൊക്കെ. ചന്ദന കുങ്കുമാദികളൊക്കെ ലേപനം ചെയ്യുക, പൂക്കളർച്ചിക്കുക, അതുപോലെ തന്നെ ധൂപങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യുക, അങ്ങനെയൊക്കെ വളരെ വിശിഷ്ട വസ്തുവായിട്ട് കരുതി പോരുന്നതാണ് ആ വില്ല്. 14ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്ത്വാ മുനിവര പ്രസ്ഥാനമകരോത്തദാ സർഷിസംഘസ്സകാഗുത്സ്ഥ ആമന്ത്ര്യ വനദേവതാ. ഏവം ഉക്ത്വാ, ഇപ്രകാരം ആ യാഗസ്ഥലത്തിനെ പറ്റിയിട്ടും അതുപോലെ വില്ലിനെ പറ്റിയിട്ടൊക്കെ സാമാന്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് തഥാ മുനിവര പ്രസ്ഥാനം അകരോത്, അപ്പോൾ മുനിവരൻ യാത്ര പുറപ്പെട്ടു. ഒറ്റയ്ക്കാണോ മുനിവരൻ പോയത്? അല്ല. സർഷി സംഘ, ഋഷിമാരോട് കൂടിയിട്ട്, ഋഷി സംഘേന സഹ വർത്തതേ ഇതി സർഷി സംഘ, ഋഷി സംഘങ്ങളൊപ്പുണ്ട്. അതുപോലെ തന്നെ സകാകുത്സ്ഥ, ശ്രീരാമനും ലക്ഷ്മണനും ഒപ്പുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ടാണ് മിഥിലയിലേക്ക് പോയത്. വനദേവതാഹ ആമന്ത്ര്യ, വനദേവതകളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട്, ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും ബാക്കി എല്ലാ ഋഷീശ്വരന്മാരും കൂടിയിട്ട് മിഥിലയിലേക്ക് പുറപ്പെട്ടു. ഇതുവരെ നമ്മൾ കേട്ട കഥകളിലൊക്കെ വിശ്വാമിത്രനും ബാലകന്മാരും 2-3 പേരും കൂടിയിട്ടാണ് മിഥിലയിലേക്ക് പോയതെന്നാണ് കേട്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, സിദ്ധാശ്രമത്തിലെ ഋഷിമാരെല്ലാവരും ആ കൂട്ടത്തിൽ പോയി എന്നർത്ഥം. വനദേവതമാരോടൊക്കെ എന്താണ് വിശ്വാമിത്രൻ പറയണത് എന്നുള്ളതൊക്കെ എടുത്തു പറയുന്നുണ്ട് ശ്ലോകത്തിൽ. നമുക്ക് ശ്ലോകം നോക്കാം. അതാണ് ഇവിടെ പറയണത്. സ്വസ്തിവോസ്തു ഗമിഷ്യാമി സിദ്ധാശ്രമാദഹം ഉത്തരേ ജാഹ്നവീതീരേ ഹിമവന്തം ശിലോച്ചയം ഇത്യുക്ത്വാ മുനിശാർദൂലഃ കൗശികഃ സതബോധന ഉത്തരാം ദിശമുദ്ദിശ്യ പ്രസ്ഥാതുമുപചക്രമേ. 15ഉം 16ഉം കൂട്ടിയാണ് പറഞ്ഞത്. സ്വസ്തിവോസ്തു ഗമിഷ്യാമി സിദ്ധാശ്രമാദഹം, ഞാനിപ്പോൾ സിദ്ധാശ്രമത്തിൽ നിന്ന് പോവുകയാണ്. വിശ്വാമിത്രൻ ഇനി അവിടെ താമസിക്കില്ല എന്നൊക്കെ അർത്ഥമുണ്ടോ എന്നുള്ളതൊന്നും ഇവിടെ പറയണില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ വേണ്ടത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. വഹ സ്വസ്തി അസ്തു, നിങ്ങൾക്ക്, അതായത് വനദേവതമാരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്വസ്തി ഉണ്ടാവട്ടെ. അഹം ഗമിഷ്യാമി, അത് കേട്ടാൽ നമുക്ക് തോന്നുക പിന്നെ സിദ്ധാശ്രമത്തിലേക്കൊരു മടങ്ങി വരവില്ല എന്ന് തന്നെയാണ്. ഞാൻ പോവുകയാണ്, ഇവിടെ എല്ലാ കാര്യങ്ങളും സിദ്ധിച്ചിരിക്കുന്നു. സിദ്ധ, എല്ലാ കാര്യങ്ങളും നടന്നു. സിദ്ധാശ്രമാദഹം ഗമിഷ്യാമി, അതുകൊണ്ട് സിദ്ധാശ്രമത്തിൽ നിന്ന് ഞാനിതാ പുറപ്പെടുകയാണ്. എവിടേക്കാണ് ഇനി പോണത്? ഉത്തരേ ജാഹ്നവീ തീരെ ഹിമവന്തം ശിലോച്ചയം, ജാഹ്നവി ഗംഗയുടെ വടക്കേ തീരത്ത് ഹിമവന്തം ശിലോച്ചയം, ഹിമവാൻ എന്ന പേരുള്ളതായ ആ പർവ്വത നിരകളിലേക്കാണ് ഞാനിനി പോകുന്നത്. അതായത് മിഥില രാജ്യത്ത് ചെന്നിട്ട് പിന്നെ ഇവരെയൊക്കെ തിരിച്ചയക്കുകയാണല്ലോ. വിശ്വാമിത്രൻ നേരെ ഹിമാലയത്തിലേക്ക് പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റണത്. ഇത്യുക്ത്വാ, ഇപ്രകാരമൊക്കെ പറഞ്ഞിട്ട് മുനിശാർദൂല കൗശികസ തപോധനഃ, മുനിശാർദൂലനായിട്ടുള്ള വളരെ ശ്രേഷ്ഠനായിട്ടുള്ള മുനിയായ തപോധനനായിട്ടുള്ള ആ കൗശികൻ ഉത്തരാം ദിശം ഉദ്ദിശ്യ പ്രസ്ഥാതും ഉപചക്രമേ, വടക്ക് ദിക്കിലേക്ക് യാത്ര ചെയ്യാൻ ആരംഭിച്ചു. വടക്കോട്ടാണ് പോകേണ്ടത്. അവിടെ ചെന്നിട്ട് മിഥിലയിലൊക്കെ ചെന്ന് യാഗം കണ്ട് ധനുരത്നത്തെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് അതിനുശേഷം വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്ക് പോവുകയാവും ചെയ്യണത്. അതാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വിശ്വാമിത്രൻ പോവുകയാണ് ചെയ്യണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നാസ്യ ദേവാ ന ഗന്ധർവാ നാസുരാ ന ച രാക്ഷസാഃ കർത്തുമാരോപണം ശക്താ ന കഥഞ്ചന മാനുഷാഃ ധനുഷസ്തസ്യ വീര്യം ഹി ജിജ്ഞാസന്തോ മഹീക്ഷിതഃ ന ശേകുരാരോപയിതും രാജപുത്രാ മഹാബലാഃ തദ്ധനുർനരശാർദൂല മൈഥിലസ്യ മഹാത്മനഃ തത്ര ദ്രക്ഷ്യസി കാകുത്സ്ഥ യജ്ഞം ച പരമാദ്ഭുതം തദ്ധി യജ്ഞഫലം തേന മൈഥിലേനോത്തമം ധനു യാചിതം നരശാർദൂല സുനാഭം സർവദൈവതൈഃ ആയാഗഭൂതം നൃപതേസ്തസ്യ വേശ്മനി രാഘവ അർച്ചിതം വിവിധൈർഗന്ധൈഃ ധൂപൈശ്ചാഗരുഗന്ധിഭിः ഏവമുക്ത്വാ മുനിവരഃ പ്രസ്ഥാനമകരോത്തദാ
സർഷിസംഘസ്സകാകുത്സ്ഥ ആമന്ത്ര്യവനദേവതാഃ സ്വസ്തിവോസ്തു ഗമിഷ്യാമി സിദ്ധസിദ്ധാശ്രമാദഹം ഉത്തരേ ജാഹ്നവീതീരെ ഹിമവന്തം ശിലോച്ചയം ഇത്യുക്ത്വാ മുനിശാർദൂലഃ കൗശികസ്സതപോധന ഉത്തരാം ദിശമുദ്ദിശ്യ പ്രസ്ഥാതുമുപചക്രമേ. ഇനി ബാക്കി യാത്രകൾ, അതിനുശേഷമുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകൾ, അഹല്യയുടെ കഥകൾ ഒക്കെ ഈ യാത്രയിലാണ് ഉണ്ടാവാൻ പോണത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.